മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കുന്നവരുണ്ട്. രത്തൻ ടാറ്റ അദ്ദേഹം ഒരു പാഴ്സി മതക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മതത്തിന്റെ അളവുകോലിലോ അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ പ്രത്യയശാസ്ത്ര വിശ്വാസധാരയുടെ അളവുകോലിലോ അല്ല ഇന്ന് 135 കോടിയിൽ പരം വരുന്ന ഭാരതീയനും അതിന്റെ അപ്പുറം വരുന്ന ലോകത്തെ മറ്റുള്ള മനസാക്ഷികളുടെ മനുഷ്യരും അദ്ദേഹത്തെ വായിക്കുന്നത്. ഹു ഈസ് രത്തൻ ടാറ്റ? ആരായിരുന്നു അദ്ദേഹം എന്ന് വായിക്കാൻ അല്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ മുംബൈ നഗരത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു അച്ഛൻ ബൈക്ക് ഓടിക്കുന്നു, നടുവില് കൊച്ചു കിടാവിരിക്കുന്നു, പിന്നില് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കിടാവിന്റെ അമ്മ ഇരിക്കുന്നു. വെയിലത്ത് വിയർത്തൊലിച്ചിട്ട് മുംബൈയുടെ ഒരു നഗരവീതിയിലൂടെ അവർ പോകുമ്പോ നടന്നു പോകുന്ന രത്തൻ ടാറ്റ പറയാണ് കൂടെയുള്ള ഒരാളോട്, ഈ പാഴ് സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവർക്കും നമുക്ക് അവരുടെ സ്വപ്നങ്ങളെ ഒന്ന് നെയ്ത് കൊടുക്കണ്ടേ? അദ്ദേഹം പിന്നെ റൂമിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ എഞ്ചിനീയർ വിളിച്ചിട്ട് പറയാണ്, പാവപ്പെട്ടവന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വെയിൽ കൊള്ളാത്ത മഴ കൊള്ളാത്ത ഒരു കാറ്, ഒരു കൊച്ചു വാഹനം നമുക്ക് എന്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കിക്കൂടാ? ആ സ്വപ്നത്തിൽ നിന്ന് പറഞ്ഞതാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് കടന്നുപോയ അന്നത്തെ 1 ലക്ഷം രൂപയുടെ നാനോ കാർ എന്ന് പറയുന്നത്. അദ്ദേഹം പേരെടുക്കാൻ വേണ്ടി ചെയ്തല്ല, പിന്നെ അരുപറ്റി നിൽക്കുന്ന ജന്മങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആർദ്രതയുടെ കണികയാണ് ആ വാഹനത്തിന്റെ ഇന്ധനം എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങൾ! അമേരിക്കയിൽ അദ്ദേഹത്തിന് റെസ്റ്റോറന്റ് ഉണ്ട്. ഒരു ദിവസം അദ്ദേഹം അമേരിക്കയിൽ പോയി തന്റെ സ്വന്തം പേരിലുള്ള റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോ അമേരിക്കക്കാരായിരിക്കുന്ന ആ ഹോട്ടലിലെ ജീവനക്കാർക്ക് സാക്ഷാൽ മുതലാളിയാണ് ഭക്ഷണത്തിന് വേണ്ടി വന്നു കയറിയത് എന്നറിയില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സെക്രട്ടറി ഹോട്ടലിലെ ജീവനക്കാരോട് ഇത് മുതലാളിയാണ് എന്ന് പരിചയപ്പെടുത്താൻ എണീറ്റ് നിൽക്കുമ്പോ സാഹസപ്പെട്ട് അദ്ദേഹത്തിന്റെ കരം ഗ്രഹിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കാൻ രത്തൻ ടാറ്റ ആജ്ഞാപിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനാണെന്ന് പറയരുത്. അപ്പൊ അവർക്ക് എന്നെ വിരുന്നൂട്ടുമ്പോ മനസാക്ഷി കുത്തുണ്ടാകും. സൂക്ഷ്മതയോടുകൂടി അവർ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോ അവർക്ക് അതിൽ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാകും. വേണ്ട, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ. തടയാണ് അദ്ദേഹം. 3 ദിവസമാണ് അദ്ദേഹം ആ ഹോട്ടലിൽ പോയിട്ട് ഭോജനം ഭുജിച്ചിട്ട് ആത്മനിർവൃതിയോടുകൂടെ തിരിച്ചു വന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജീവനക്കാർക്ക് ഇത് ബോധ്യപ്പെടുന്നത്.